ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓച്ചിറയിലാണ്, എന്നറിയപ്പെടുന്ന ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ ഇപ്പോൾ ഇവിടെ കുടിലുകളുടെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 17 മുതൽ ഓച്ചിറയിൽ വൃശ്ചികോത്സവം ആരംഭിക്കുകയാണ്. 12 വിളക്ക് എന്ന് അറിയപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുടുംബങ്ങൾ വന്ന് 12 ദിവസവും ഭജനയിരിക്കുന്ന ഒരു ആചാരമുണ്ട്. അതിനുവേണ്ടി നിർമ്മിക്കുന്ന കുടിലുകളാണ് ഇതൊക്കെ. ഒരു കുടുംബത്തിന് കുടിലിന് ഇത്രയും സ്പേസാണ് കിട്ടുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് ഓല ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഒരു വട്ടം അത് തീ പിടിക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ഇതുപോലെ ഷീറ്റ് ഉപയോഗിച്ചാണ് കുടിലുകളുടെ നിർമ്മാണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കടകളുടെ എല്ലാ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. 100 കണക്കിന് കുടിലുകളാണ് ഇതുപോലെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിലുകൾ കൂടാതെ ഓങ്കാരത്തിലും സ്റ്റേ എടുത്ത് നമുക്ക് ഭജനയിരിക്കാം. ഓങ്കാരത്തിലൊക്കെ സ്റ്റേ എടുക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ കുടിലാണെങ്കിൽ എനിക്കൊന്ന് 15,000-20,000 ആ റേറ്റാണെന്ന് തോന്നുന്നു. ഓങ്കാരത്തിലൊക്കെ എടുക്കണമെങ്കിൽ 50,000 രൂപയോളം ആവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൂടാതെ ഇവിടെ ഒരുപാട് റൈഡുകൾ വരും. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മരണക്കിണറിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രെയിനുകളും ഒരുപാട് വണ്ടികളും ഒക്കെ വന്നിട്ട് സാധനങ്ങളുമായിട്ട് വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. ഈ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ റൈഡുകളും കടകളും എല്ലാം വരാനുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാം പണികൾ കഴിയും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ജനസാഗരമാവേണ്ട സ്ഥലങ്ങളാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ ഏറ്റവും വലിയ ഉത്സവമാണ് 12 വിളക്ക്. 12 ദിവസം നോമ്പ് നോറ്റ് ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ നിന്നുള്ള ഫുഡ് മേടിച്ച് കഴിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാചകം ചെയ്താണ് ഇവിടെ ഭജനയിരിക്കുന്നത്. ഇവിടെ കുടിലുകളും അല്ലെങ്കിൽ ഓങ്കാരമൊന്നും എടുക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇവിടുത്തെ ആൽത്തറയിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് അവർ ഈ 12 ദിവസം ഭജനയിരിക്കും. ഇപ്പോൾ കാണുന്നത് മരണക്കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ട്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ട് പണികൾ നടക്കുന്നുണ്ട്. പണ്ട് ആൾക്കാർ തന്നെ ആയിരുന്നു ഇത് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഓച്ചിറയുടെ ഈ കാണുന്ന ഭാവങ്ങളെല്ലാം മാറി വലിയ ആൾത്തിരക്കുകളും ഒരുപാട് റൈഡുകളും ഒക്കെ ആയിട്ട് ഈ വർഷത്തെ വൃശ്ചികോത്സവത്തിലേക്ക് ഓച്ചിറ നീങ്ങുകയാണ്.